മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് സ്റ്റാൻഡേർഡ് 7-ലെ പാർട്ട് 2 ടെക്സ്റ്റിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ, അതായത് 8ാമത്തെ ചാപ്റ്ററായിട്ടുള്ള റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, ആവർത്തന ഗുണനം എന്ന ചാപ്റ്ററാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ കാണാം ആവർത്തന ഗുണനം, അതായത് ഗുണനം ആവർത്തിച്ചു കൊണ്ടുവരുന്നു. അതായത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ റിപ്പീറ്റ് ചെയ്ത് വരിക. അപ്പം നമ്പർ അഡീഷൻ റിപ്പീറ്റ് ചെയ്ത് വരും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ 3 + 3 + 3 + 3 ഇത് എന്താണ്? അഡീഷൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഇതിനെ നമ്മൾ 4 × 3 എന്ന് എഴുതും. 1 2 3 4 3 വരുന്നുണ്ട്. അപ്പോൾ 4 ഇത് റിപ്പീറ്റഡ് അഡീഷനാണ്, ആവർത്തന സങ്കലനമാണ്. ആവർത്തന സങ്കലനത്തെ നമ്മൾ ഗുണിതങ്ങളാക്കിയിട്ട് എഴുതും, മൾട്ടിപ്പിൾ ആക്കിയിട്ട് നമ്മൾ എഴുതും. ഇത് നമ്മൾ നേരത്തെ അറിയുന്ന ചെറിയ ക്ലാസ് മുതലേ നമ്മൾ ഈ ഐഡിയ നമ്മൾ പഠിച്ചതാണ്. ഇപ്പം പഠിക്കുന്നത് ആവർത്തന സങ്കലനമല്ല, ആവർത്തന ഗുണനം. ഈ പ്ലസ് കാണുന്നതൊക്കെ മുഴുവൻ എന്ത് വരും? മൾട്ടിപ്ലിക്കേഷൻ വരും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് എന്തായി വരും എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ഏത് നമ്പേഴ്സ് എടുത്തോ, 1 2 3 4 5 6 7 8 ഇതൊക്കെയാണ് നമ്മളുടെ എണ്ണൽ സംഖ്യകൾ. ഈ എണ്ണൽ സംഖ്യകളിൽ ഒന്ന് ഒഴികെ ബാക്കി ഏത് നമ്പർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിനെയൊക്കെ നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അഭാജ്യ സംഖ്യകളുടെ ഗുണിതങ്ങളായി നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞതിന് എക്സാമ്പിൾ എടുക്കാം. 1 വരില്ല, കാരണം 1 ഒരു അഭാജ്യ സംഖ്യ അല്ലാത്തത് കൊണ്ട്. 2നെ നമ്മൾക്ക് എടുത്താൽ 2 1 2 അതിൽ വരും. 2നെ അഭാജ്യ സംഖ്യയുടെ ഗുണനമായിട്ട് എഴുതാം, 2 × 1 എന്ന് എഴുതാം. പക്ഷേ ഇത് 1 എന്താവില്ല, അഭാജ്യ സംഖ്യ ആയിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ 2 3 4 ഈ അഭാജ്യ സംഖ്യകൾ മാത്രം എടുക്കുമ്പോൾ അതെന്തേ വരുള്ളൂ? ആ നമ്പർ × 1 എന്ന അർത്ഥത്തിൽ മാത്രമേ വരുള്ളൂ. അഭാജ്യ സംഖ്യകൾ അല്ലാത്ത നമ്മൾ സംഖ്യകൾ എടുക്കുമ്പോൾ 4 എടുത്താൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 × 2 എന്ന് എഴുതാൻ പറ്റും. 5 അഭാജ്യ സംഖ്യയാണ്. 6നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 × 3 എന്ന് എഴുതാൻ പറ്റും. ഇതെല്ലാം അഭാജ്യ സംഖ്യകളായിട്ട് തന്നെയാണ് എഴുതുക. എന്നാൽ അഭാജ്യ സംഖ്യകളെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? പ്രൈം നമ്പേഴ്സിനെ എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 2 എഴുതിയ 2 × 1 എന്ന് എഴുതാം. അതേപോലെ 3നെ നമുക്ക് 3 × 1, അതിനകത്ത് മാത്രമേ നമുക്ക് ഫാക്ടേഴ്സ് ഉള്ളൂ. ആ നമ്പറും 1 മാത്രമേ ഫാക്ടേഴ്സ് ഉള്ളൂ. അതുകൊണ്ട് ഇതിനെങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ നമ്മൾ ഏത് നമ്പർ എഴുതുന്ന സമയത്തും ഒന്നൊഴിച്ചിട്ടുള്ള ഏത് നമ്പർ എഴുതുമ്പോഴും അതിനകത്തെ അവർ 1 അഭാജ്യ സംഖ്യ ആയിരിക്കും. ഈ 2ന് എന്താ പ്രത്യേകത? 2 അഭാജ്യ സംഖ്യയാണ്, പക്ഷെ 1 അഭാജ്യ സംഖ്യയല്ല. ഈ അഭാജ്യ സംഖ്യ മാത്രമുള്ളതാണ് × 1 എന്നുള്ള പ്രത്യേകത. അപ്പോൾ ഏത് നമ്പറിനെയും നമുക്ക് എന്ത് എഴുതാം? അഭാജ്യ സംഖ്യകളുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം, അഭാജ്യ സംഖ്യകളുടെ ഗുണിതങ്ങളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ 2നെ എഴുതാൻ പറ്റും. 2 × 1 അഭാജ്യ സംഖ്യയുടെ ഗുണിതമാണ്. അതുമാതിരി 3നെ എഴുതാൻ പറ്റും, 4നെ എഴുതാൻ പറ്റും. 4 നമ്മളിവിടെ എഴുതി. 5നെ എഴുതാൻ പറ്റും, അഭാജ്യ സംഖ്യയുടെ ഗുണിതമാക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ അഭാജ്യ സംഖ്യകളുടെ ഗുണിതമാക്കി, അപ്പോൾ എല്ലാ നമ്പറിനെയും ഒന്നൊഴിച്ചിട്ടുള്ള എല്ലാ നമ്പറും നമുക്ക് അഭാജ്യ സംഖ്യകളുടെ ഗുണിതങ്ങളാക്കിയിട്ട് എഴുതാൻ പറ്റും. അതാണ് നമ്മളുടെ ആദ്യത്തെ നിങ്ങൾ പഠിച്ച ഒരു പോയിന്റ് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാം. അറിയുന്ന കാര്യം വളരെ സിമ്പിളായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നോക്കൂ, ഇപ്പൊ 3 × 3 × 3 × 3 ഇവിടെ 4 3 ആണ് റിപ്പീറ്റ് ചെയ്തത്. 3 റിപ്പീറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ 4 3 എന്ന് പറയുന്നതിനെ നിങ്ങൾ നോക്കൂ, നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ഇപ്പൊ 3 + 3 + 3 + 3നെ നമ്മൾ 4 × 3 എന്ന് ചുരുക്കി എഴുതിയിരുന്നു. 4 3 × 3 ഇട്ടിരുന്നു. അതേപോലെ മൾട്ടിപ്ലിക്കേഷനിൽ വരുമ്പോൾ അതിനെ എഴുതുന്ന ചുരുക്കെഴുത്താണ് 3/4. 3/4, അതായത് ഈ 3 കൊണ്ടാണല്ലോ ഗുണിക്കുന്നത്. 3 4 എന്ന് പറയുന്നത് എത്ര തവണ ആ 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്.
എത്ര തവണയുണ്ട് ഇവിടെ 3 എന്നുള്ളത് ഇതിന്റെ പവറിൽ എഴുതും. പ്രിന്റഡ് ആവുമ്പോൾ ചെറിയ അക്ഷരങ്ങളിലാണ് ഇവിടെ പവർ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് കാണിക്കുന്നത് എത്ര എണ്ണം വരുന്നുണ്ട് എന്നും ഇത് കാണിക്കുന്നത് ഏത് നമ്പറാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് എന്നുള്ളതുമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് അതൊരു ചുരുക്കെഴുത്താണ്. അത് 3ന്റെ 4ാം കൃതി എന്ന് മലയാളത്തിൽ പറയും. 3ന്റെ 4ാം കൃതി എന്നാണ് പറയുക. കൃതി എന്നാണ് പറയുക മലയാളത്തിൽ. ഓക്കെ, ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ എക്സ്പോണന്റ് എന്ന് പറയും. എക്സ്പോണന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്പോണന്റ് പറയും. പിന്നെ നമ്മൾ പവർ എന്ന് പറയും. 3ന്റെ പവർ 4ാം പവറാണ്. 4th പവർ ഓഫ് 3 ആണ് ഇത്. 4th പവറാണ് 3യുടെ പേരിൽ അങ്ങനെയും പറയും. 4th പവർ ഓഫ് 3 3ന്റെ 4ാം കൃതി എന്നാണ് ഇതിനെ സൂചിപ്പിക്കുക. ഇതിപ്പം ഐഡിയ മനസ്സിലായല്ലോ. ഈ 4 എന്താണെന്ന് മനസ്സിലായി. 4 എണ്ണുള്ളത്. 3 എന്ന് പറഞ്ഞാൽ 3 റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ 2 × 2 × 2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 × 2 × 2 നമുക്ക് എഴുതാൻ പറ്റുന്നത് 2³ എന്ന് എഴുതാൻ പറ്റും. 2 2 2 2 വന്നു. എത്ര 2 ഉണ്ട്? 3 2 ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 3 വന്നു. അപ്പോൾ 2⁻³ എന്ന് നമ്മൾ വായിക്കും. 2ന്റെ 3ാം കൃതി 3rd പവർ ഓഫ് 2 എന്നുള്ളതാണ് വായിക്കുക. പവർ എന്ന് വായിക്കും, എക്സ്പോണന്റ് എന്ന് വായിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിനെ ഇങ്ങനെ ചുരുക്കി എഴുതുന്നതാണ് നമ്മുടെ ആവർത്തന ഗുണനത്തിന്റെ ഒരു രീതി. ആവർത്തിച്ചെഴുതുമ്പോൾ അതിനെ ഏതിലേക്ക് മാറ്റി എഴുതുന്നു? അവയുടെ എണ്ണത്തെ കൃതിയാക്കി മാറ്റി എഴുതുന്നു. അപ്പൊ നമ്മൾക്കിപ്പോൾ ഇതൊക്കെ നമ്മൾ എഴുതിയത് എന്താ? ഇത് ഒരു പ്രൈം നമ്പറിന്റെ പവറാണ്. ഇതും ഒരു പ്രൈം നമ്പറിന്റെ പവറാണ് അല്ലെ? ഇനി പ്രൈം നമ്പറിന്റെ പവർ ഒരു പ്രൈം നമ്പറിന്റെ പവർ അല്ലാത്ത രീതിയിൽ നമുക്ക് വന്നു എന്ന് വിചാരിച്ചാൽ അപ്പൊ നമ്മൾക്ക് ഇത് എങ്ങനെ നമുക്ക് ഉദാഹരണം ഇപ്പൊ നമുക്ക് 24 എന്ന് പറയുന്ന നമ്പറിന് നമ്മൾക്ക് ഇതേമാതിരി പ്രൈം നമ്പറിന്റെ പവറിലേക്ക് പ്രൈം നമ്പറിന്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് വരുന്ന രീതിയിൽ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ചോദിക്കുക. 24 എന്ന് പറയുന്നത് എന്തല്ല, ഒരു പ്രൈം നമ്പർ അല്ല. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 24 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 12 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 6 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 3 കിട്ടും. പിന്നെ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 1 കിട്ടുക അല്ലെ? അപ്പം ഡിവൈഡ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്ത് നോക്കാൻ മാത്രമേ. അപ്പൊ ഇവിടെ അവസാനിച്ചു. അപ്പൊ 24 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2 × 3 എന്ന് എഴുതാം. 2 × 2 × 2 × 3 കറക്റ്റ് അല്ലേ? 2 2 4 4 2 8 8 3 24 കറക്റ്റ് ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം? 2³ × 3 2³ × 3 മനസ്സിലായല്ലോ? 3 2 ഉണ്ടായിട്ട് 2³. പക്ഷെ 3 ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് 3 എന്ന് എഴുതാം. വേണമെങ്കിൽ നമുക്ക് 3⁻1 എഴുതാം. കാരണം ഒരു 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഒരു നമ്പറിനെ നമ്മൾ എഴുതുമ്പോൾ അത് പ്രൈം നമ്പറിന്റെ മാത്രമായിട്ടുള്ള പവർ ആവണമെന്നില്ല. പ്രൈം നമ്പറുകളുടെ പവറുകളുടെ മൾട്ടിപ്പിൾ ആയിട്ടും വരാം. അതായത് അഭാജ്യസംഖ്യയുടെ കൃതിയായിട്ട് മാത്രമല്ല എഴുതാൻ പറ്റുക. ചില നമ്പറുകളെ അഭാജ്യസംഖ്യകളുടെ കൃതിയുള്ള പദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറ്റും. അതായത് കൃതി വരുന്ന അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് എന്ന് പറയും പവേഴ്സ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഇത് നമ്മൾ പഠിക്കേണ്ട പ്രധാന പോയിന്റാണ്. ഏത് നമ്പറിനെയും പ്രൈം നമ്പറിന്റെ അഭാജ്യസംഖ്യകളുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ എങ്ങനെ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നമുക്ക് ആദ്യം ഫാക്ടറൈസ് ചെയ്യാം. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. കാരണം 24 എന്ന് അറിയുന്ന ഒരു കുട്ടി പറയാണ് 8 × 3. 8 ആ കുട്ടി പഠിക്കുകയാണ്. 8 നമുക്ക് എങ്ങനെ എഴുതാം? 2 2 2 എഴുതി കൂടെ? അപ്പൊ 2³ × 3 എന്ന് അങ്ങനെ എഴുതാം. ഡയറക്റ്റ് ആയിട്ട് അറിയാൻ ഐഡിയ ഉള്ള കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷെ അത് ഇതിന്റെ പവർ നിങ്ങൾ എത്രയാണെന്ന് മനസ്സിലാക്കണം. 8 എന്ന് പറഞ്ഞാൽ 2³ എന്ന് അറിയുന്ന കുട്ടിക്ക് മാത്രമേ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതേമാതിരി ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ ഞാൻ പറയാം 112. നോക്കൂ, 112ാമത്തെ പേജിലത്തെ പ്രോബ്ലംസ് നമുക്ക് ഓരോന്നായി നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചോദ്യം ഞാനിവിടെ ഒന്നിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ചോദ്യം കാണാൻ കഴിയുന്നത്
നോക്കൂ 125 നമുക്ക് ആദ്യം എങ്ങനെ ഈ പ്രൈം നമ്പറിന്റെ പവറുകളോ അല്ലെങ്കിൽ പ്രൈം നമ്പറിന്റെ പവറുകളുടെ പ്രൊഡക്റ്റോ അഭാജ്യ സംഖ്യകളുടെ കൃതിയായിട്ടോ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ടോ എങ്ങനെ എഴുതാൻ പറ്റും? ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് either as a power of a single prime number or as a product of powers of different primes. ഓക്കെ, അതായത് അഭാജ്യ സംഖ്യകളുടെ കൃതിയായിട്ട് എഴുതുക അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതുക. അത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും അത് ഏത് തരത്തിലാണ് വരുന്നത് എന്ന്. നമുക്ക് നോക്കാം. 125 ആ 125 ഞാൻ എന്ത് ചെയ്യുന്നു? പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. ഈ ഡിവൈഡ് ചെയ്യുന്ന നമ്പറുകൾ ഏതെല്ലാമാണെന്ന് വിചാരിച്ചാൽ പൊതുവെ 2 ആവാം, 3 ആവാം, 5 ആവാം, 7 ഇങ്ങനെയുള്ള നമ്പറുകൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. ഇതിനെ 2 കൊണ്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ? ഇത് ഇരട്ട അല്ലാത്തത് കൊണ്ട്, ഈവൺ നമ്പർ അല്ലാത്തത് കൊണ്ട്. ഈവൺ നമ്പർ ആണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ 5 അവസാനം ഉണ്ടായതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് 5നെ കൊണ്ട് ഞാൻ ഡിവൈഡ്. 1 രാവിലെ 12, 2, 5, 10, ബാക്കി ഇവിടെ 2 വരും. 25, 5, 5, 25 ഈ രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ കൃത്യമായിട്ട് എല്ലാ കുട്ടികളും പഠിച്ചിരിക്കണം. അപ്പൊ ഈ 25 വീണ്ടും 5 കൊണ്ട്, അപ്പൊ 5, 5, 25 ഇവിടെ പ്രൈം നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അതായത് ഇതിൽപ്പെട്ട നമ്പർ താഴെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിർത്തിവെക്കുക. കൃത്യമായിട്ട് ഓരോന്ന് പറയുന്ന കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. അപ്പൊ 125 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 125 5 × 5 × 5 5 5 5 ഇതെല്ലാം ഇൻറ്റൂട്ടിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 5 ക്യൂബ്. അപ്പൊ നമ്മുടെ ആൻസർ ആയി. ഇത് അഭാജ്യ സംഖ്യയാണ്, ഇത് അതിന്റെ കൃതിയാണ്. അപ്പൊ പ്രൈം നമ്പറിന്റെ കൃതിയായിട്ട് എഴുതി 125 5 ക്യൂബ്. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ പ്രോബ്ലം നമുക്ക് 72 ആണ്. രണ്ടാമത്തെ പ്രോബ്ലം പറയുന്നത് 72. അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത്? 72 നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 36 കിട്ടും. വീണ്ടും 2 കൊണ്ട് 18. നേരെ പകുതി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നേരെ പകുതി എടുത്താൽ മതിയല്ലോ. അപ്പൊ 2 കൊണ്ട് 9 കിട്ടും. 9 2 കൊണ്ടാവില്ലല്ലോ. അപ്പൊ 3 കൊണ്ട് 3 3 9. ഇവിടെ 3 ഉണ്ട്, അത് പ്രൈം നമ്പർ ആണ്, ഇതിനെ ഡിവൈഡ് ചെയ്യാനില്ല. അപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ എഴുതാം? 2 × 2 × 2 2 2 2 × 3 × 3. ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, എത്ര 2 ഉണ്ട് ഇവിടെ? 1 2 3. അപ്പൊ 2 എത്ര എണ്ണം ഉണ്ടെന്നാണ് ഇവിടെ മുകളിൽ എഴുതേണ്ടത്? 3 എണ്ണം. ഇൻറ്റു ഇവിടെ ഉള്ളത് 3 എത്ര എണ്ണം ഉണ്ട്? 3 ഇവിടെ 2 എണ്ണം. അപ്പൊ ആൻസർ 3². അപ്പൊ നോക്കൂ, ഇത് ഒരു പ്രൈം നമ്പറിന്റെ കൃതിയായി, ഇതൊരു അഭാജ്യ സംഖ്യയുടെ കൃതിയായി, അഭാജ്യ സംഖ്യയുടെ കൃതിയായി. ഓക്കെ, ഇവിടെ നേരത്തെ എഴുതിയ ഒറ്റൊരു പ്രൈം അഭാജ്യ സംഖ്യ കണ്ടായത് അല്ലെ? ഇത് 2 പ്രൈം നമ്പറിന്റെ കൃതികളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് വന്നു. ഇനി മൂന്നാമത്തത് ഏതാണ്? 100 ആണ്. മൂന്നാമത്തത് 100 ആണ്. 100ന് നമുക്ക് ഇങ്ങനെ ഇതേമാതിരി നമുക്ക് ചെയ്തിട്ട് പോയാൽ, അല്ലെങ്കിൽ ഇതിന് വേറൊരു തരത്തിൽ എഴുതാട്ടോ. ഈ 72 നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. 100ന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 50 കിട്ടും. വീണ്ടും 2 കൊണ്ട് 25. അപ്പൊ 5 5. അപ്പൊ 100 നമുക്ക് എങ്ങനെ എഴുതാം? 2 2 5 5. അപ്പൊ 2² × 5². 2² മനസ്സിലായി? 5². അപ്പൊ അത് കഴിഞ്ഞല്ലോ. പിന്നെ വരുന്ന ഏതാ? 250 ആണ്. 250 നമുക്ക് എഴുതാൻ എങ്ങനെ കഴിയും? നോക്കൂ, 250 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 125 കിട്ടും. പിന്നെ നമുക്ക് അതിനെ 5 കൊണ്ട് എഴുതാം. 25 വീണ്ടും 5 5. അപ്പൊ 250 എങ്ങനെ എഴുതാം? 250 = 2 × 5 × 5 × 5. അപ്പൊ നമുക്ക് കിട്ടും 2 ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. × 5 × 5 × 5 5³ 2ന് പവർ എഴുതണമെന്നുണ്ടെങ്കിൽ, കൃതി എഴുതണമെന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കാം? 1 കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം, അതിൽ കുഴപ്പമില്ല. 2⁻1 × 5³ എന്നാണ്. പിന്നെ നമുക്കുള്ളത് 3600 അല്ലെ? പ്രിയപ്പെട്ട കുട്ടികളെ, ഈ 3600 എന്ന് പറയുമ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരുപാടാവും അല്ലേ? ഓക്കെ, അത് കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഈ 3600 നമുക്ക് എങ്ങനെ എഴുതാം? 36 × 100 എന്ന് എഴുതാലോ.
36 ഇൻറ്റു 100 എഴുതാം. 100 നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. 100 നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? നേരത്തെ ഇതേ ചോദ്യത്തിൽ കിട്ടിയിട്ടുണ്ട്. 100 ഉണ്ടായിരുന്നല്ലോ. അതിനെങ്ങനെ കിട്ടിയിരുന്നു? 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ കിട്ടിയിരുന്നു. അപ്പൊ 100ന്റെ നമുക്ക് 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ കിട്ടും. അപ്പൊ ബാക്കി ആര് ചെയ്താൽ മതി? 36 ചെയ്താൽ മതി. 36 നമുക്ക് എങ്ങനെയാക്കാം? നിങ്ങൾക്ക് ഇതാ 36 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 18, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 9. അപ്പൊ 3 9 അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? നോക്കിക്കോളൂ. 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 2 ഇൻറ്റു 2 3 3. അപ്പൊ 36 100 എങ്ങനെ കിട്ടിയത് നമുക്ക്? 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ കിട്ടി. അപ്പൊ ഇത് നോക്ക് നിങ്ങൾ, ഈ 2 2 എത്ര നമുക്ക് കിട്ടി? ഇത് എത്ര? 2 2 ഇവിടെ എത്ര? 2 2 ഓക്കെ, ഇവിടെ 2 2 ഉണ്ടല്ലോ. ഈ 2 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 2 സ്ക്വയർ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് ഞാൻ മാറ്റി എഴുതാം. 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. ഓക്കെ, ഈ 2 സ്ക്വയർ നമുക്ക് എന്താ കിട്ടിയ? 2 ഇൻറ്റു 2 ആണ്. പിന്നെ 5 സ്ക്വയർ എന്താണ്? ഇൻറ്റു 5 ഇൻറ്റു 5 ആണ്. കറക്റ്റ് അല്ലേ? 5 സ്ക്വയർ 5 ഇൻറ്റു 5 അല്ലേ? ഇനി എത്ര 2 നോക്കിയാൽ മതിയല്ലോ. 1 2 3 4 2 ഉണ്ട്. ആ 4 2 നമുക്ക് എങ്ങനെ എഴുതാം? 2⁴ ഇൻറ്റു 3 എത്ര ഉണ്ട്? 1 2. അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു 5 എത്ര ഉണ്ട്? 2 5 സ്ക്വയർ. 2 5 ഉണ്ടാകുമ്പോൾ 5 സ്ക്വയർ. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 3060 2 കൊണ്ട് 1800 900 ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇത് പോയിട്ട് നമുക്ക് ആൻസറിൽ എത്താൻ കഴിയും. ഈ 100 നേരത്തെ കിട്ടിയത് കൊണ്ടാണ് 100 നമ്മൾ എന്തെഴുതിയത്? 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയറിന് എഴുതിയത്. അപ്പോൾ ആ 2 സ്ക്വയറിൽ 2 ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇൻറ്റു 2 എന്ന് എഴുതിയത്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? അതൊന്ന് എഴുതി പഠിക്കും കേട്ടോ. ഇനി അതേമാതിരി തന്നെ 108 00 വലിയൊരു നമ്പർ അല്ലേ? അപ്പൊ ആ വലിയൊരു നമ്പറിന് നമ്മൾക്ക് ചെയ്യുമ്പോഴും ഒരുപാട് സമയം കിട്ടും. 2 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരത്തെ പറഞ്ഞ മാതിരി 108 0 നമുക്ക് എങ്ങനെ എഴുതാം? 108 ഇൻറ്റു 100 എഴുതാം. 100 നമുക്ക് നേരത്തെ കിട്ടിയല്ലോ. അപ്പൊ പിന്നെ ആരെ കണ്ടുപിടിച്ചാൽ മതി? 108 മാത്രം കണ്ടുപിടിച്ചാൽ മതി. 108 നമുക്ക് എങ്ങനെ എഴുതാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 54 കിട്ടുമല്ലോ. അതിന്റെ പകുതി വീണ്ടും 2 ഉണ്ട്. അപ്പൊ 27, വീണ്ടും 3 9 3 3. കറക്റ്റ് അല്ലേ? 3 3 9. അപ്പൊ 108 എങ്ങനെ എഴുതാം? നോക്കിക്കോളൂ. 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 100 നമുക്ക് എങ്ങനെ എഴുതാം? ഈ 100 നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ നമ്മൾ നേരത്തെ എഴുതി വെച്ചത്. ഓക്കെ, അല്ലെങ്കിൽ 100 നിങ്ങൾ വേറെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സമം എന്ത് കിട്ടും നമുക്ക്? എത്ര കിട്ടും? 2 2 ഇൻറ്റു ഇത് 2 പിന്നെ 3 3 3 ഇൻറ്റു 2 ഇൻറ്റു 2. ഈ 2 മനസ്സിലായില്ല? 2 2 2 ഇൻറ്റു ഈ 5 2 എങ്ങനെ എഴുതാം? 5. ഈ 5 വേറെ ഇല്ല അല്ലേ? വേറെ 5 ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനെ 5 സ്ക്വയർ തന്നെ നമുക്ക് എഴുതാം. കാരണം ഈ 2 എഴുതേണ്ട കാരണം എന്താ? ഈ വേറെ ഇവിടെ 2 ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, 5 വേറെ ഇല്ല, അതുകൊണ്ട് 5 സ്ക്വയർ തന്നെ എഴുതാം. ഐഡിയ മനസ്സിലായല്ലോ? ഇതിനെ മാത്രമേ ഇപ്പൊ ഞാൻ മാറ്റിയിട്ടുള്ളൂ കേട്ടോ. കൃത്യം മനസ്സിലാക്കണേ. ഓക്കെ, ഇനി ടോട്ടൽ എത്ര ടൂസ് ഉണ്ട് നോക്ക്? 1 2 3 4 ടൂസ്. അപ്പൊ 2⁴ 2ന്റെ 4 പിന്നെ 3 നോക്ക്. 1 2 3 അപ്പോൾ 3 ക്യൂബ് ഇൻറ്റു 5ന്റെ എത്ര ഉണ്ട്? 2 5 സ്ക്വയർ. ഓക്കെ, ഇതാണ് അതിൻ്റെ എന്ത് വരുന്നത്? അഭാജ്യസംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതുന്ന രീതി വരുന്നത്. പ്രൈം നമ്പേഴ്സിന്റെ പവറിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഒരു നമ്പറിന് എഴുതുമ്പോൾ ഈ രീതിയിലാണ് വരിക. അപ്പൊ 100ൻ്റെത് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും? വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അതിന് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഭിന്നകൃതികൾ, അതായത് പവർ ഓഫ് ഫ്രാക്ഷൻസ്. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് നോക്കിക്കോളൂ. 5 ക്യൂബ് വന്നിട്ടുണ്ടാവും, 2⁴ വന്നിട്ടുണ്ടാവും, 3�3 അല്ലെങ്കിൽ 3⁵5 അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്? നമ്പറിന്റെ പവറുകളാണ് അല്ലെ? അതായത് ഒരു സംഖ്യ ഇട്ടിട്ട് അതിന്റെ പവറുകളാണ് ഇവിടെ വന്നത് അല്ലെ? ഒരു എണ്ണൽ സംഖ്യ വെച്ചിട്ടുള്ള കൃതികളാണ് അവിടെ വന്നത്. എന്നാൽ ഇനി ഈ നമ്പറിന് പകരം ഫ്രാക്ഷൻസ് വന്നാൽ എങ്ങനെയാണ് ചെയ്യുക?
അതായത് ഭിന്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ അറിയുന്ന ഐഡിയയിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3യെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെയല്ലേ അർത്ഥം? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നല്ലേ 3 × 3 അല്ലേ 3 സ്ക്വയർ എന്ന് എഴുതാം. അതേ ഐഡിയയിൽ തന്നെ 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീനിങ്? 1/2യെ 1/2 കൊണ്ട് ഗുണിക്കുവാന്നല്ലേ. 2 1/2 അല്ലേ വരിക? ഒരു 1/2 മറ്റേ 1/2. ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 × 1 ഡിവൈഡഡ് ബൈ 2 × 2. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടും. എത്ര ആൻസർ കിട്ടും ഇവിടെ നമുക്ക്? 1/2 × 2 4. അപ്പോൾ 1/2 ഹോൾ സ്ക്വയർ കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടും 1/4. അങ്ങനെയാണെങ്കിൽ 1/3 ഹോൾ സ്ക്വയർ എന്തായിരിക്കും? അതും നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 ഇവിടെ വന്നതുകൊണ്ട് ഈ 1/3യെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യും. 1/3 × 1/3. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 × 1 നമുക്ക് 1 കിട്ടും. 3 × 3 നമുക്ക് എത്ര കിട്ടും? 3 × 3 എന്ന് എഴുതിയാൽ നമുക്ക് 1/9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം കുട്ടികളെ, 1/a × 1/b ആണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ആൻസർ 1/a × b എന്നാണ് വരിക. അതായത് അതിൻ്റെ ഡിനോമിനേറ്ററുകൾ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയാൽ മതി. 1 × 1 എപ്പോഴും 1 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ 2/5 ഹോൾ സ്ക്വയർ ആണെങ്കിലോ നമ്മൾ എഴുതുന്നു 2/5 × 2/5. അപ്പോൾ നമുക്ക് കിട്ടുന്നു എന്ത്? 2 സ്ക്വയർ എന്ത് കിട്ടും? 2 × 2 നമുക്ക് എത്ര കിട്ടും? 4 ഡിവൈഡഡ് ബൈ 5 × 5 25 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ അധികം പ്രയാസമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്താണ് ആ കാര്യം? നോക്കൂ, 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയറായ 1 എഴുതി, 2ന്റെ സ്ക്വയറായ 4 എഴുതി, 1ന്റെ സ്ക്വയർ ആയിട്ടുള്ള 1 എഴുതി, 3യുടെ സ്ക്വയർ ആയിട്ടുള്ള 9 എഴുതി, 2ന്റെ സ്ക്വയർ ആയിട്ടുള്ള 2 രണ്ടെണ്ണം എടുത്തു, 4, 5 രണ്ടെണ്ണം എടുത്തു, 25 എന്ന് പറയുന്ന രീതിയിലേക്ക് അത് വരുന്നു. രണ്ടെണ്ണത്തിൻ്റെയും 2 തവണ ഗുണിച്ചതാണ് അതിൻ്റെത് വരിക. അപ്പോൾ ഭിന്നസംഖ്യ വന്നാലും നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ വാല്യൂ എഴുതാൻ പറ്റും. അതിൻ്റെ പവർ വന്നാലും എഴുതാൻ പറ്റും. ഓക്കെ, അതിന് അത്ര തവണ കൊണ്ട് ചെയ്താൽ മതി. ഇനി ഈ 2 ഇതിന് പകരം ഇപ്പോൾ ഒരാൾ പറയുന്നത് ഇങ്ങനെ പറഞ്ഞു വിചാരിച്ചോ, ഇനി സ്ക്വയറിന് വരുന്നില്ലല്ലോ. ഇപ്പോൾ 1/4 ഓൾ ക്യൂബ് പറഞ്ഞു വിചാരിച്ചോ. അപ്പോൾ എന്താണ് ഇത് അർത്ഥം വരുന്നത്? 1/4 × 1/4 × 1/4. 1 × 1 × 1 നമുക്ക് എത്ര കിട്ടും? 1 ഡിവൈഡഡ് ബൈ 4 × 4 നമുക്ക് എത്ര കിട്ടും? 4 × 4 നമുക്കറിയാം 16 ആണ്. ആ 16 വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 64 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 64 കിട്ടും. ഓക്കെ, ഇനി അവിടെ 2/5 ഹോൾ ക്യൂബ് ആണെങ്കിലോ ഈ ഹോൾ സ്ക്വയറിന് പകരം 2/5 ഹോൾ ക്യൂബ് ആണെങ്കിൽ നമുക്ക് കിട്ടും എന്ത് കിട്ടും? 2/5 × 2/5 × 2/5. അപ്പോൾ 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 8. സംശയം ഉണ്ടോ? 2 2 4 4 2 8 ആണ് വരിക. 5 5 25 ആണ് വരിക. 25നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 125 കിട്ടും. അപ്പോൾ ആൻസർ 125 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പ്രയാസം നിങ്ങൾക്ക് ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏത് പവർ വന്നു കഴിഞ്ഞാലും ഏത് കൃതി വന്നു കഴിഞ്ഞാലും. എന്നാൽ ഈ തരത്തിൽ വന്നിട്ടുണ്ടല്ലോ 2/1/3 ഹോൾ സ്ക്വയർ ഈ തരത്തിൽ വന്നാലോ ഇത് എന്താണ്? ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. നമ്പർ ഉണ്ട്, ഫ്രാക്ഷൻ ഉണ്ട്, അല്ലെ, ഒന്നിച്ച് വരുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മറ്റേ രീതിയിലേക്ക് മാറ്റുക. നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റുക. വിഷമഭേദം എന്ന് പറഞ്ഞാൽ ഒരു a/b ഇതിനെ ഒഴിവാക്കി മാറ്റുക. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? വളരെ ശ്രദ്ധിക്കുക. 2 × 1/3 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3നെ 2 കൊണ്ട് എത്ര കിട്ടും? 6. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. 6ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 7 by എത്ര കിട്ടിയത്? 3. 7/3. ഈ 3 തന്നെ വരും കേട്ടോ. ഓൾ സ്ക്വയറിന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുമല്ലോ. 7/3 × 7/3. അപ്പോൾ നമുക്ക് 49 7 7 49 ഡിവൈഡഡ് ബൈ 3 3 9 9 എന്ന് പറയുന്ന ആൻസർ കിട്ടും.
ഇനി ഇതിനെ നിങ്ങൾക്ക് ഇതേമാതിരി മാറ്റി എഴുതണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മാറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ 49 നിങ്ങൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 49 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 5. 5 9 45. ബാക്കി ഇവിടെ വരുന്നത് 4. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 49/4 5 കോഷ്യന്റ് ഹരണഫലം 5. പിന്നെ ശിഷ്ട എത്ര? റിമൈൻഡർ 4/9. 5 4/9 എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ ഇവിടെ ചില കുട്ടികൾക്ക് ഇതിനെ മാറ്റി എഴുതാൻ അറിയുന്നുണ്ടാവില്ല. ഇങ്ങനെ വരുമ്പോൾ ഈ തരത്തിൽ എഴുതാൻ അറിയുന്നുണ്ടാവില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ മാത്സ് ട്യൂബിലുണ്ട്. ഈ ഫ്രാക്ഷനിൽ തിരിച്ചിട്ട് എഴുതുന്നതും തിരിച്ച് ഇങ്ങോട്ടാക്കിയിട്ട് എഴുതുന്നതും ആ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. പരിചയമില്ലാത്ത കുട്ടികൾ ഇതൊന്ന് നോക്കി കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ശരി. അപ്പൊ ഈ തരത്തില് ഏത് തരത്തിലുള്ള ഭിന്ന രൂപം വന്നു കഴിഞ്ഞാലും അതിനെ അതേമാതിരി തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെയാകുമ്പോൾ ഇതിനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് വേണ്ടത്. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ച് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് കൂട്ടിയിട്ട് ബൈ ഇതെല്ലാം എഴുതുക. ഓക്കെ, ആ തരത്തിലേക്ക് മാറ്റാൻ എളുപ്പം പഠിക്കണം. ഗുണിച്ചു കൂട്ടി, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ആഡ്. ഓക്കെ, ശരി. ഇനി ഇപ്പൊ ഭിന്നസംഖ്യ അപ്പോൾ ഓക്കെ, ഈ തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് മനസ്സിലായി. ഇനി ഇതേമാതിരി വരുന്നതാണ് എന്ത്? ഡെസിമൽ നമ്പേഴ്സ്. നോക്ക്, 0.2 ഹോൾ സ്ക്വയർ. 0.2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ എഴുതിയാൽ മതി? എത്ര തവണ? 0.2നെ 2 തവണ എഴുതിയാൽ മതി. ഇവിടെ എത്രയുണ്ടോ അതിനെ ഇതിനെ അത്ര തവണ എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 × 2 നമുക്ക് കിട്ടും 4. എത്ര ഡെസിമൽ ഉണ്ട് നോക്കിയാൽ? 1 2 ഡെസിമൽ. 2 ഡെസിമൽ ഉണ്ടാകുമ്പോൾ ഈ നമ്പറിന് 2 ഡെസിമൽ വേണം. അപ്പോൾ എന്താ ചെയ്യുക? മുമ്പിൽ ഒരു 0 ഇട്ടിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇടുക. ഇപ്പൊ എത്ര ഡെസിമലായി? പോയിന്റിന് ശേഷം 2 അക്കം വന്നു, 2 ഡെസിമലായി. അപ്പോൾ 0.04 എന്ന് പറയുന്നത്. ഡെസിമലിന്റെ മൾട്ടിപ്ലിക്കേഷനും മാത്സിന്റെ വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സുമായിട്ടുള്ള ബേസിക് കൺസെപ്റ്റ് ഏതാണോ മനസ്സിലാവാത്തത്, അടിസ്ഥാന ആശയങ്ങൾ ഏതാണോ മനസ്സിലാവാത്തത്, അതിന്റെ പേര് നിങ്ങൾ മാത്സ്യൂൾ എന്ന് പറയുന്ന യൂട്യൂബിലെ മാത്സ് ചാനലിൽ കയറിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ധാരാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഡെസിമലിന്റെ മൾട്ടിപ്ലിക്കേഷൻ, ഡെസിമലിന്റെ ഡിവിഷൻ, ഇതൊക്കെ അതിനുണ്ട്. ഓക്കെ, അപ്പൊ 0.2 എന്ന് പറഞ്ഞാൽ ഇതേമാതിരി ചെയ്തു. ഇനി 0.2 ഹോൾ ക്യൂബ് ആണെങ്കിലോ അതും വിഷമില്ല. എന്ത് ചെയ്താൽ മതി? 0.2 × 0.2 × 0.2. അപ്പൊ എത്ര കിട്ടും? ആദ്യം നമ്പറെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. നമ്പർ 2 2 4 4 2 8 മാത്രം മൾട്ടിപ്ലൈ ചെയ്തു. ഹൗ മെനി ഡെസിമൽസ്? 1 2 3. എത്ര ദശാംശമുണ്ട്? 3 ദശാംശം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഒരു കുത്ത്. കറക്റ്റ് അല്ലേ? ഇതാ കറക്റ്റ്. അപ്പൊ ഉത്തര കുത്തിന് ശേഷം 3 അക്കം വന്നു. 3 ഡിജിറ്റ് വന്നാൽ മതി. 0 അടക്കമുള്ള 3 ഡിജിറ്റ് വന്നാൽ മതി. അപ്പൊ ഇത് ഈ 0 ഈ പോയിന്റ് ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന് മുമ്പിൽ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ 0 ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഡെസിമലിറ്റി കറക്റ്റ് ആയല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം. എല്ലാ കുട്ടികളും ഒരു ഡെസിമൽ ആണെങ്കിൽ അതിന്റെ പവർ 2 ആണെങ്കിൽ നിങ്ങൾക്ക് 2 ഡെസിമൽ ഇവിടെ വരും. ഒരു ഡെസിമൽ പവർ 3 ആണെങ്കിൽ ആൻസറിൽ 3 ഡെസിമൽ വരും. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ശ്രദ്ധിക്കണം. ഒരു ഡെസിമലിന്റെ പവർ നോക്കിയിട്ടാണ് ഇവിടെ ഡെസിമൽ പ്ലേസ് നിശ്ചയിക്കുക. ഒരു ഡെസിമലിലേക്ക് 2 പവർ വരുമ്പോൾ ആ ഡെസിമലിന്റെ നമ്പർ ഒന്നാണ്, എണ്ണം 1 × 2 ഡെസിമൽ. ഇവിടെ ഒരു ഡെസിമല് 3 പവർ, അപ്പൊ 1 × 3 ഡെസിമൽ. അപ്പൊ ഞാൻ ഇത് പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോ 0.03 ഹോൾ സ്ക്വയർ അല്ലെ ഹോൾ ക്യൂബ് വരുന്ന വെച്ചു. 0.03 ഹോൾ ക്യൂബ് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 0.03 × 0.03 × 0.03 × 0.03. ഇത്ര വേണമല്ലോ. സോറി, എത്ര? 1 2 3 മതി അല്ലേ? 3. ഓക്കെ, 4 എഴുതാം. 4 പേജ് ഏതാണ് ഞാൻ എഴുതിയില്ല. അപ്പോൾ 0.03 4 എഴുതാം. നോക്കൂ, നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താ? വെറും നമ്പർ മാത്രം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഏതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 3 3 3
3. നോക്കി 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. നോക്കിയേ 3 3 9. 3 3 9. ആ 9 ഈ 9 മൾട്ടിപ്ലൈ നമുക്ക് എത്ര കിട്ടും? 81 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയേ 81 കിട്ടി. എന്തിനാ ഞാൻ ഇത്ര പേര് വിട്ട് എഴുതിയറിയോ? ഇതിന് ഡെസിമൽ ഇടാനുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ച് വിട്ടിട്ട് എഴുതിയത് കേട്ടോ. ഓക്കെ, എത്ര ഡെസിമൽ വരും പറഞ്ഞാൽ 2 ഇവിടെ, 2 ഇവിടെ, കുത്തിന് ശേഷം വരുന്ന അക്കങ്ങളുടെ എണ്ണമാണ് ഇത് എത്ര ഡെസിമൽ എന്ന് പറയുന്നത് കേട്ടോ. 2 ഇവിടെ കുത്തിന് ശേഷം 2, 2 4, 4 2 6, 6 2 8 ഡെസിമൽ വേണം. 8 ഡെസിമൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 അക്ക ഇവിടെ ഉണ്ട്, ഇനി 6 പൂജ്യം ഇടണം. 1 2 3 4 5 6. എന്തിനാ 6 പൂജ്യം പറഞ്ഞത്? 6 പൂജ്യവും ഈ 2 കൂടെ കൂട്ടി 8 ആയില്ലേ? അപ്പോൾ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. മുമ്പിൽ ഒരു 0 വെറുതെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു കാര്യം മനസ്സിലായില്ലേ? 2 ഡെസിമലിന്റെ 4ാം കൃതി വരുമ്പോ അതിൽ വരുന്ന ആൻസറിൽ വരുന്ന നമ്പർ ഓഫ് ഡെസിമൽസ് 2 ഇൻറ്റു 4. 2 ഡെസിമൽ നമ്പർ ഓഫ് ഡെസിമൽ ഇൻറ്റു പവർ ആണ്. ആൻസറിൽ വരുന്നത് എന്താണ്? നമ്പർ ഓഫ് ഡെസിമൽ. നമ്പർ ഓഫ് ഒന്ന് എഴുതി വെക്കും, മലയാളം കുട്ടികൾ എഴുതാം. നമ്പർ ഓഫ് ഡെസിമൽ ഇൻറ്റു പവർ ആണ് എന്ത് വരിക? ആൻസറിൽ വരുന്ന ഡെസിമൽ വരിക. മലയാളത്തിൽ എഴുതിയാൽ ദശാംശങ്ങളുടെ എണ്ണം ഇൻറ്റു കൃതി. ദശാംശ എണ്ണം ഇൻറ്റു കൃതി. ദശാംശ എണ്ണം ഇൻറ്റു കൃതി. അപ്പോൾ ഇവിടെ എത്രയാ വരിക? ദശാംശം എണ്ണം ഇൻറ്റു കൃതി എന്ന് പറയുമ്പോൾ 2 ആണ് ഉള്ളത്. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 4. അപ്പോൾ 8 ദശാംശം. 8 ദശാംശം. 8 ദശാംശം. വേറെ ക്ലിയർ ഇല്ല, അത് ഞാൻ മാറ്റിയേക്കാം. 8 ദശാംശം വരും. അപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ? 8 ദശാംശം അവിടെ, അതായത് 8 ഡെസിമൽ വരും. 2 ഇൻറ്റു 4 ഈക്വൽ ടു 8 ഡെസിമൽസ് എന്ന് ഏത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും അവിടെ എഴുതി വെക്കുക. അപ്പോൾ ആ ഭാഗം അതിൻ്റെ കറക്റ്റായി കഴിഞ്ഞു. ഓക്കെ, പേജ് നമ്പർ 115 ഒന്നാമത്തെ ചോദ്യം. ഈ പവർ തന്നിട്ടുണ്ട് ഫ്രാക്ഷനെ, അതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതണം. പവർ ഇല്ലാതെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ 2/3 ഹോൾ സ്ക്വയർ ആണ് ഇവിടെ തന്നത്. നമുക്ക് അതിനെങ്ങനെ എഴുതാം? 2/3 ഇൻറ്റു 2/3 എന്ന് എഴുതാലോ. പവർ 2 ഉണ്ടായതുകൊണ്ട് ഇതിനെ അതേമാതിരി ഇവിടെ എഴുതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും? 2 ഇൻറ്റു 2/3 ഇൻറ്റു 3. ആൻസർ 4/9. ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. സിമ്പിളാണ്. അംശങ്ങൾ കുറിച്ചിട്ട് എഴുതുക, പിന്നെ ഛേദങ്ങൾ കുറിച്ചിട്ട് എഴുതുക. ഓക്കെ, ഈ 1/2 ഹോൾ സ്ക്വയർ ഇങ്ങനെ ആകുമ്പോൾ ഇതിനെ ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. ഇതിനെ മറ്റേ മാതിരി ബൈ രൂപത്തിലേക്ക് മാത്രമാക്കി മാറ്റി എഴുതും. അപ്പോൾ ഈ 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും? 2 ഇൻറ്റു 1 2 കിട്ടും. +1 പ്ലസ് വേദത്തിൽ. അപ്പോൾ 2 + 1 എത്ര? 3. ഇത് ഗുണിച്ചു കൂട്ടി. അപ്പോൾ 3 ബൈ എന്ത്? ഇതിൻ്റെ ഡിനോമിനേറ്റർ 2 ഹോൾ സ്ക്വയർ. അതൊന്ന് പ്രാക്ടീസ് ചെയ്യണേ. 3/2 ഹോൾ സ്ക്വയർ ഇനി എഴുതാൻ പ്രശ്നമില്ല. 3/2 ഇൻറ്റു 3/2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9/4. 3 ഇൻറ്റു 3 2 ഇൻറ്റു 2 4. ഓക്കെ, ഇനി വേണമെങ്കിൽ അതിനെ മറ്റേ മാതിരി മാറ്റാം. അപ്പോൾ 9 നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4 8, ബാക്കി 1 വരും. അപ്പോൾ 9/4 എങ്ങനെ എഴുതാം? സമം 2 ഹരണഫലം. റിമൈൻഡർ മേലെ ഇങ്ങനെ എഴുതുക. ബൈ എത്ര? ഹരിക്കുന്ന നമ്പർ തന്നെ 2/1/4. അപ്പോൾ ആൻസർ 2/1/4 അല്ലെങ്കിൽ 9/4. ഓക്കെ, ശരി. ഇനി 2/5 ഹോൾ ക്യൂബ് ആണ്. അതിൻ്റെ മീനിങ് 2/5 ഇൻറ്റു 2/5 ഇൻറ്റു 2/5. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടും 2 2 4 4 2 8 ഡിവൈഡഡ് ബൈ 5 5 25 ആണ്. 25 5 125. ഡൗട്ടുള്ള കുട്ടികൾ സൈഡിൽ ഗുണിച്ചു നോക്കുക. ഓക്കെ, 8/100. 2.5 2.5 ആണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇതിനെന്താക്കണം? ഈ ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ആക്കിയിട്ട് എഴുതണം, വിഷമഭിന്നമാക്കിയിട്ട് എഴുതണം. 2.5 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 2 4. 4ഉം ഈ 1ഉം കൂട്ടുക. 4 1ഉം കൂട്ടി എത്ര കിട്ടും? 5. അപ്പോൾ ആൻസർ കിട്ടുന്നത് 5/2 കിട്ടും ഹോൾ സ്ക്വയർ. ഇത് എഴുതാൻ പറ്റിയാൽ ഈസി ആയിട്ട് കണക്കായി. അപ്പോൾ 5/2 ഇൻറ്റു 5/2.
ആൻസർ 25/4. 25/4 നമുക്ക് ഇതേമാതിരി തന്നെ എഴുതണമെന്ന് വിചാരിക്കും. ഇതിപ്പോൾ ആൻസർ ആയി കേട്ടോ. ഇനി ഇങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമുക്കറിയാം 6 4 24, ബാക്കി 1 വരും. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 6. ഈ റിമൈൻഡർ മിച്ചം മേലെ വരണം /4. അപ്പോൾ ആൻസർ 6 1/4. ഓക്കെ, അപ്പം അതിൻ്റെ ആൻസർ റെഡി ആയിട്ട് വന്നു. നമ്മൾ നേരത്തെ ഒരു ക്ലാസ് പറഞ്ഞ മാതിരി ഡെസിമൽ നമ്പറിന്റെ സ്ക്വയർ ആണ്. ഇവിടെ എത്രയുണ്ട്? 2. അപ്പോൾ ഇതിന് ഉള്ളിൽ കാണുന്നതിന് 2 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും 0.5 × 0.5. ശ്രദ്ധിക്കുക, ഇതെല്ലാം ഡെസിമൽ ആയതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ ഡെസിമൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്പർ മാത്രം നോക്കിയാൽ മതി. 5 5 മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും? 25. അപ്പോൾ നമ്മൾ കുറച്ച് വിട്ടിട്ട് ഇവിടെ 25 എന്ന് എഴുതി കഴിഞ്ഞ ശേഷം എത്ര ഡെസിമൽ ഇവിടെ വരും? 1 ഇവിടെ വരും. ഇവിടെ എത്ര വരും? 1. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 2. അപ്പോൾ 2 ഡെസിമൽ, 2 ദശാംശം. മനസ്സിലായില്ലേ? അപ്പോൾ 2 ദശാംശമാണ് വേണ്ടത്. അതായത് കുത്തിന് ശേഷം 2 അക്കം വേണം. അപ്പോൾ ആ ഡോട്ട് നമ്മൾ എവിടെ ഇടും? കുത്തിന് ഡോട്ടിന് ശേഷം 2 അക്കം വരുമ്പോൾ, ഡിജിറ്റ് വരുമ്പോൾ ഇവിടെ വരും. ഇനി നമുക്കൊരു 0 മുമ്പിൽ ഇട്ട് കൊടുത്താൽ നമ്മൾ ആൻസർ പക്കേ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 1.5 ഹോൾ സ്ക്വയർ 1.5 × 1.5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഡെസിമൽ ഇല്ലാത്ത 15 × 15 നമ്മൾ ചെയ്യുക. 75 15 നമുക്ക് 225 കിട്ടും. ഓക്കെ, 15. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര എഴുതാം? 225 എന്ന് എഴുതാം. എന്നിട്ട് എത്ര ഡെസിമൽ? ഇവിടെ 1 ഡെസിമൽ, ഇവിടെ 1 ഡെസിമൽ. അപ്പോൾ ടോട്ടൽ എത്ര വരും? 2. അപ്പോൾ 225-ൽ 2 ഡെസിമൽ കൊടുക്കണം. അതായത് ഡോട്ടിന് ശേഷം 2 അക്കം വരണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡോട്ട് ഇടും, ഇവിടെ ഡോട്ട് ഇടും. അപ്പോൾ പിന്നെ 0 ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു നമ്പർ ഉണ്ട്. ഇവിടെ നമ്പർ ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ 0 കൊടുക്കുന്നത്. ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നത്. 0.1 ഹോൾ ക്യൂബ് എഴുതുന്നു. 0.1 0.1 0.1 1 × 1 × 1 നമുക്ക് എത്ര കിട്ടും? നമുക്ക് ആൻസർ 1 തന്നെ കിട്ടും. കിട്ടിയതിന് ശേഷം എത്ര ഡെസിമൽ? ഇവിടെ 1 ഇവിടെ 1. കുത്തിന് ശേഷം ഒരക്കല്ലേ? ഇവിടെ ഒരക്കം, ഇവിടെ ഒരക്കം, ഇവിടെ ഒരക്കം. ടോട്ടൽ 3 അക്കം. അപ്പോൾ കുത്തിന് ശേഷം 3 എണ്ണം വേണം. 1 ഇവിടെയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, 1 ഇവിടെയുണ്ട്. അപ്പോൾ എത്ര 0 ഇട്ടാൽ മതി? ബാക്കി 2 0 ഇട്ടാൽ മതി. അപ്പോൾ 3 എണ്ണമായല്ലോ ആയി. ഇനി മുമ്പിൽ ഒരു 0 കൂടെ കൊടുത്താൽ കറക്റ്റ്. 0.01 ഹോൾ ക്യൂബ് ഇപ്പോൾ ഇതിന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് മനക്കണക്കാക്കിയിട്ട് എഴുതാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. എന്തുകൊണ്ട്? 0.1 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 1 ഡെസിമൽ 3 ഇവിടെ വന്നതുകൊണ്ട് ഈ 1നെ 3 കുറിച്ചിട്ട് 3 ഡെസിമൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 0.01 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 0.01, അതായത് 1ന്റെ ക്യൂബ് എഴുതാം. 1ന്റെ ക്യൂബ് നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. എന്നിട്ട് എത്ര ഡെസിമൽ വരും? ഇവിടെയുള്ള എത്ര? 2. അപ്പോൾ ഇവിടെ 3 എണ്ണം ഇവിടെ ഇല്ലേ? അപ്പോൾ 2 × 3 2 2 2. അപ്പോൾ 6 ഡെസിമൽ വരും. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടും? 6 ഡെസിമൽ വരുമ്പോൾ ഒരു 1 ഇട്ട് കൊടുത്തിട്ട് 1 2 3 4 5 1 2 3 4 5 6 ഡെസിമൽ അല്ലേ? അപ്പോൾ 6 ഡെസിമൽ. അപ്പോൾ എത്രയായി? കുത്തിന് ശേഷം 6 1 2 3 4 5 0 1 6. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പഠിക്കുന്നതും നല്ലതാണ്. ഇവിടെ ഡെസിമൽ വരേണ്ട കാരണം എന്താ? 2 × 3 6. ഈ 2 ഏതാണ്? ഇതിലത്തെ 2. ഈ 3 ഏതാണ്? ഈ പവർ. ഓക്കെ, ഇനി ഇങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ 0.01 0.01 0.01 എഴുതിയിട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുമല്ലോ 1 1 1 1 1. ഓക്കെ, 2 2 2 6 3 2 2 3 2 വരും. അപ്പോൾ 6. അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ 0.12 4 5 6 വെച്ചിട്ട് ആൻസർ. അപ്പോൾ ആ തരത്തിൽ എഴുതിയിട്ട് പഠിക്കുക ഡെസിമൽ കേട്ടോ. ഓക്കെ, ഈസി ആണല്ലോ. ഈ തത്വം ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, 115 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15 ക്യൂബ് 3375 എന്നതുണ്ട്. 15 ക്യൂബ് = 3375 തന്നിട്ടുണ്ട്. എങ്കിൽ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് 1.5 ഹോൾ ക്യൂബ് 0.15 ഹോൾ ക്യൂബ് 0.015 ഹോൾ ക്യൂബ്. ഈ സ്കോളർഷിപ്പ് USS പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് 15 ക്യൂബ് നിങ്ങൾക്ക് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 15നെ കൊണ്ട് ഗുണിച്ച് നോക്കി കണ്ടുപിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് ആവശ്യമില്ല. ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്?
ഇവിടെ ഒരു ഡെസിമൽ ഉണ്ട്. അപ്പോൾ 1 ഡെസിമൽ ഉണ്ട്, ഒരു ഡെസിമൽ ഉണ്ട്. എത്ര പവർ എത്രയാണ്? പവർ 3 ആണ്. ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് എഴുതുന്നത്. ഇവിടെ ഒരു ഡെസിമൽ ഉണ്ട്, പവർ 3 ആണ്. മലയാളത്തില് ഒരു ദശാംശമുണ്ട്, കൃതി 3 ആണ്. അപ്പൊ നമ്മളുടെ ആൻസറിൽ എത്ര ദശാംശം വരും എന്നുള്ളതാണ് ചോദ്യം. ഒരു ദശാംശം 3 വരുമ്പോൾ അതിന്റെ ആൻസർ 1 × 3 = 3 ഡെസിമൽ വരും, 3 ഡെസിമൽ വരും. അതായത് 1 × 3, അതായത് 1 × കൃതി 3 എഴുതിക്കുക. 1 × 3 ദശാംശം നമുക്കിവിടെ വരും എന്നുള്ളതാണ് ഇതിലത്തെ കണക്ക്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ ഉത്തരം ഇവിടെ തന്നിട്ടുണ്ടല്ലോ. 3375 തന്നിട്ടുണ്ട്. അതിൽ എത്ര ദശാംശം വരും? 3 ദശാംശം, 3 ഡെസിമൽ. അപ്പൊ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ഡെസിമൽ ഇടുന്നത്. അപ്പൊ ഇവിടെ കുത്തിന് ശേഷം ഡോട്ടിന് ശേഷം 3 നമ്പർ വരണം. അപ്പൊ നമ്മൾ എവിടെ ഡോട്ട് ഇടും? ഇവിടെ ഇടാൻ പറ്റില്ല, 1 ആവുള്ളൂ. ഇവിടെ ഇട്ടാൽ 2 നമ്പറേ ആവുള്ളൂ. ഇവിടെ ഇട്ടാൽ എത്രയാവും? 3 നമ്പർ. അപ്പൊ ആൻസർ നമുക്ക് കിട്ടും 3.375. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഡെസിമൽ നമ്പറിന്റെ പവർ വന്നിട്ട് ആൻസർ ശ്രദ്ധിക്കേണ്ടത് എന്താ? ആ ഡെസിമൽ നമ്പറിന്റെ എണ്ണത്തിന് പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ച് കിട്ടുന്നതായിരിക്കും അതിന് വരുന്ന ഡെസിമൽ. അപ്പൊ നിങ്ങൾ ഇത് മാത്രമേ ഗുണിക്കണ്ടൂ. എത്ര ഡെസിമൽ ഉണ്ട് അതിന്റെ എണ്ണവും ഈ പവറും കൃതിയെ ഗുണിക്കേണ്ട ആവശ്യം. കാരണം ഇതിന്റെ മൾട്ടിപ്ലൈ തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ടാവും. നോക്ക്, ഇതിന്റെ ആൻസർ ഒന്ന് നിങ്ങൾ ഡയറക്റ്റായി പറയാൻ പറ്റുമെങ്കിൽ ഞാനിവിടെ എഴുതി വെക്കാം. 3375. എത്ര ഡെസിമൽ വരും നോക്കിയാൽ ഇവിടെ എത്ര ഉണ്ട്? 2. ഇവിടെ 2 ഡെസിമൽ ഉണ്ടല്ലോ. ഇവിടെ പവർ എത്രയുണ്ട്? 3. അപ്പൊ 2 × 3 എത്ര വരും? 6 ഡെസിമൽ. 6 ഡെസിമൽ വരുമ്പോൾ നമ്മൾ ഇവിടെ ഇടും. ഇവിടെ കുത്തിട്ടാൽ എത്രയാവുള്ളൂ? 4 എണ്ണ ആവുള്ളൂ. അപ്പോൾ ഇവിടെ കുത്തിട്ടാൽ 5 എണ്ണ ആവും അല്ലേ? പറ്റില്ല, 6 എണ്ണം വേണം. അപ്പൊ ഇവിടെ കുത്തുക. അപ്പൊ മുമ്പിൽ 0 കൂടെ കൊടുത്താൽ നമ്മുടെ ആൻസർ 0.03375. ഈസി ആണല്ലോ. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഈ 2 എന്താണ്? ഇവിടെ 2 ഡെസിമൽ ഉണ്ട്. ഈ 3 എന്താണ്? തന്നിരിക്കുന്നത്. ഈ ഡെസിമലിന്റെ എണ്ണം മാത്രം എഴുതിയിട്ട് മറ്റൊരു മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മളെ പ്രോബ്ലം കഴിഞ്ഞു. ഇത് നോക്ക്, ഇവിടെ ഇതിന്റെ ആൻസർ എത്ര വരും? ആദ്യം എന്ത് ചെയ്യണം? ഈ നമ്പർ എഴുതി വെക്കണം. 3375 എഴുതി വെക്കേണ്ട കാരണം എന്താ? ഇങ്ങോട്ട് പോകേണ്ട കാരണം എന്താ? ഇവിടെ 3 കൂടി ഉണ്ട്, 3 ഡെസിമൽ ഉണ്ട്. 1, 2, 3 ഡെസിമൽ ഉണ്ട്. എത്ര പവർ കൃതി എത്രയുണ്ട്? 3 ഉണ്ട്. അപ്പൊ 3 എത്ര ഡെസിമൽ വരും? 9 ഡെസിമൽ വരും. 9 ഡെസിമൽ, 9 ദശാംശം വരും ഇവിടെ. ഓക്കെ, അപ്പൊ 9 ദശാംശം വരുമ്പോൾ ഒരുപാട് 0 ചേർക്കേണ്ടി വരില്ലേ? ഇവിടെ 4 ഉണ്ട്. ഒരു 9 എണ്ണം വേണമെങ്കിൽ ബാക്കി എത്ര 0 ചേർക്കണം? നമ്മൾ 5 0 ചേർക്കണം. 5 4 9 വരും. 2 3 4 5 0. അപ്പൊ ഇവിടെ പോയിന്റ്. അപ്പൊ 0. ഇത്രയും വരും അതിന്റെ ആൻസർ. ഓക്കെ, ഇത് തെറ്റിക്കല്ല. എത്ര ഡെസിമൽ? × 3. ഡെസിമലിന്റെ എണ്ണം × 3. കാരണം നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, സ്കോളർഷിപ്പിന്റെ കുട്ടികൾ പ്രത്യേകിച്ചിട്ട്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പല മത്സര പരീക്ഷകൾക്കൊക്കെ വരുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ് ഈ ചോദ്യം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വെരി ഗുഡ്.